ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് പോയാലല്ലേ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഹോം ടൂർ ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് കാണുക എന്നുള്ള ഒരു ചടങ്ങിലേക്ക് പോകാം അല്ലേ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീട് കാണുന്നത് ആദ്യമായിട്ടായിരിക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വീടിനെ പറ്റിയിട്ടുള്ള വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഹോം ടൂറ് കുറേ നാളായിട്ട് ചെയ്യണം. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ചെറിയൊരു സ്പേസാണ് ഉള്ളതിൽ, നന്നായിട്ട് ചെയ്തു. പിന്നെ നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ. ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുക കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഹായ്, ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് ഒരുപാട് പേരോട് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാവോ എന്ന്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഇനി അത് വലിയ താമസം ഉണ്ടാക്കുന്നില്ല. ഇന്ന് ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ വായോ, നമ്മുടെ വീട് കാണാമല്ലോ. കയറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വീട്ടിൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ് ജസ്റ്റ് കാണാൻ കഴിയുക. ഇതാണ് നമ്മൾ കൊച്ചു സുന്ദരമായിട്ടുള്ള വീട്ടിലെ കുഞ്ഞൊരു സിറ്റ് ഔട്ട്. ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. നേരെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ചെറിയൊരു ഹാളാണ് നിങ്ങൾക്ക്. നമുക്ക് താഴത്തെ ഫ്ലോറിൽ റൂമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഹാളും കിച്ചണും ഒരു എക്സ്ട്രാ ഒരു ബാത്റൂമും ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലത്തെ ഒരു സ്പേസ് മാത്രമേ താഴത്തെ ഫ്ലോറിനുള്ളൂ കേട്ടോ. അപ്പോൾ വായോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹാളിലേക്ക് സ്വാഗതം കേട്ടോ. ഇതാണ് നമ്മുടെ ഹാള് വീടിൻ്റെ. അപ്പോൾ ഇത് അത്യാവശ്യം സ്പേസുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെയിലും നമ്മുടെ ഇൻറ്റീരിയർ സെയിം ആയിട്ട് ചേരുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ടെയിലാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ തോന്നുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ പ്രത്യേകിച്ചും ആരെങ്കിലും കൊടുത്തിട്ടില്ല. ഞാൻ ഏട്ടനും കൂടെ തന്നെ തീരുമാനിച്ചിട്ട് വുഡ്, വൈറ്റ്, ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മൊത്തം വരുന്നത്. അങ്ങനെ വേറൊരു കളർ അധികം കയറി വരുന്നില്ല. ഈ 3 കളറിലാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇൻറ്റീരിയർ കംപ്ലീറ്റ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇൻറ്റീരിയർ കംപ്ലീറ്റ് അത് ബേസ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കയറി വരുമ്പോഴത്തേക്കും ഒരു സ്റ്റെയർ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ബാക്ക് വശം പാറ ആയതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അതേ ലെവലിൽ ഫ്രണ്ട് വശം കൊണ്ടുവന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റെയർ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ ചെയ്തപ്പോഴാണ് നമുക്ക് വണ്ടി വെക്കാനൊരു സൗകര്യവും കിട്ടിയത്. പറഞ്ഞ എല്ലാം ഏതാണ്ട് നമ്മുടെ വീടിൻ്റെ ബേസ് കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഫ്രണ്ട് സ്റ്റെയർ, പിന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഫസ്റ്റ് പറഞ്ഞു തന്നു. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഒരു ഹാള്, പിന്നെ ഒരു കിച്ചൺ, ചെറിയൊരു വർക്ക് ഏരിയ, പിന്നെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട് മൊത്തത്തിലൊരു 780-800 സ്ക്വയർ ഫീറ്റിനകത്തേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു കരുതുന്നു. കാരണം റോഡ് സൈഡിലായതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകുന്ന ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ട് പറയാം കേട്ടോ. അപ്പോൾ വായോ, ഞങ്ങളുടെ ഈ വീടിൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. വായോ. ഈ വീടിൻ്റെ മെയിൻ പാർട്ടും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഭാഗമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഹൈറ്റിനും പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീടിൻ്റെ മെയിൻ ഒരു 3 കളറാണ് തീമായിട്ട് വരുന്നതെന്നും. അതായത് ബാക്കിയുള്ള കളർ വരുന്നുണ്ടെങ്കിലും ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വുഡ്, വൈറ്റ്, ബ്ലാക്ക്, ഈ 3 കളറാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ. ഞാൻ കിച്ചൻ്റെ ചെറിയൊരു ഫുൾ വീഡിയോ, അതായത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിച്ചനെ കാണണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ്, കിച്ചൺ. നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ വിൻഡോസ് എല്ലാം ചെയ്തേക്കുന്നത് ഇച്ചിരി നോർമലി സൈസിനേക്കാളും ഇച്ചിരി വലിയ സൈസായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഉള്ളിലേക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാനായിട്ട് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഓപ്പണിംഗ് കൊടുത്തതായാലും നമ്മുടെ ഫ്രണ്ടിൽ കയറി വരുന്ന അവിടെ ഒരു ജനലുണ്ട്. അപ്പോൾ അതിലായാലും ഒരു പാസേജൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ നമ്മൾ അടുപ്പ് വയ്ക്കുന്ന ഭാഗത്തായിട്ട് കിഴക്ക് ദർശനത്തിൽ ഒരു വിൻഡോ നമ്മൾ
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസ് വേണമെന്നായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യത്തിലേറെ പാത്രങ്ങൾ ഇവിടുത്തെ അമ്മയായാലും ഞാനായാലും ചെറിയ പാത്രഭ്രാന്തികളായതുകൊണ്ട് മാക്സിമം സ്റ്റോറേജ് എല്ലാം അടുക്കി ഒതുക്കി തന്നെയൊക്കെയാണ് വെച്ചേക്കുന്നത്. എങ്കിലും മാക്സിമം സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇഷ്ടം എങ്ങനെയൊക്കെയാണെന്ന് അവരോട് പറഞ്ഞ് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഫുൾ വർക്ക്. ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഈ നമ്മുടെ കിച്ചൺ സ്ലാബ് ചെയ്തേക്കുന്നത്. കിച്ചൺ സ്ലാബ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഫ്രിഡ്ജ് കറക്റ്റാക്കി എനിക്കിങ്ങനെ തള്ളിയിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ആളല്ല. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഞാനും ഏട്ടനും കൂടെ സംസാരിച്ച ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്രിഡ്ജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാക്കി വെക്കണം എന്നുള്ളൊരു പ്ലാന് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോഴും ഈ ഒരു ടോക്ക് നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം ചേട്ടനും അത് പറയുമായിരുന്നു, എനിക്കും അത് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് വേണം എന്നൊക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പം ഇവിടെ കോർപ്പറേഷൻ വാട്ടറാണ് നമ്മുടെ ഈ വീടുകളിൽ ഈ ഒരു ഭാഗം സൈഡിലൊക്കെ കിണറില്ല. അപ്പം കൂടുതലും കോർപ്പറേഷൻ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് ഡയറക്റ്റായിട്ട് ചൂടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ വീട് വെച്ച് കയറിയപ്പോഴത്തേക്കും ഒരു പ്യൂരിഫയർ, ഈ ഐഡിയ ഫുള്ള് ഏട്ടൻ്റെ ഒരു ഇതാണ് കേട്ടോ. പ്യൂരിഫയർ എല്ലാം ഒതുങ്ങിയിരിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേട്ടൻ്റെ അടുത്തായിരുന്നല്ലോ. ഇവിടെ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ 3 കോമ്പിനേഷൻ കളറാണ് വരുന്നത്. അപ്പം അത് ഈ ഐഡിയ മൊത്തം ചെയ്യുമ്പോൾ ഫുള്ള് നമ്മൾ റാക്കുകളെല്ലാം വുഡ് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം പല ട്രെൻഡ് കളറുകൾ മാറി വരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളർ മതി എന്നുള്ള ഐഡിയ മുന്നേ ഉണ്ടായിരുന്നു. വീടിൻ്റെ 2 ഹൈലൈറ്റ് എന്താണെന്നൊക്കെ വെച്ചാൽ, ഒന്ന് രണ്ടല്ല കൂടുതൽ ഹൈലൈറ്റ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ടീംസ്, അവർക്ക് ഒരു വലിയൊരു ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീംസ് ആയിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അവരോട് പറയും അയ്യോ അത് ചെറിയൊരു ചേഞ്ച് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അവർ ശരി അതിനെന്താ അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നമുക്ക്, കാരണം നമുക്ക് ആരും ഇൻറ്റീരിയർ വർക്കോ അങ്ങനെയൊന്നും ആരും എൻജിനീയേഴ്സോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനും ഏട്ടനും നമ്മുടെ അറിവിന് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് അതിനൊപ്പം എത്തിച്ചെന്ന് അവർക്കൊരു വലിയൊരു നന്ദിയുണ്ടായി. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ സ്റ്റെയർ വരുന്നത് കൊണ്ട് ഈ സ്ഥലം വെറുതെ വേസ്റ്റ് ആവുമെന്നാണ്. സ്റ്റെയർ വരുന്നതിന് 2 സൈഡും വർക്കൊക്കെ അതായത് പ്ലെയിനായിട്ട് കിടന്നാൽ കാണാൻ തന്നെ നമുക്ക് ഭംഗിയുണ്ടായില്ലല്ലോ. അപ്പം എങ്ങനെ ചെയ്യുമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴേക്കും നമുക്ക് ഈ വീട് വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് വെച്ചാൽ ചേട്ടൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ ചേട്ടനാണ്. ആ ചേട്ടൻ ഇതുപോലെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പം ആ ചേട്ടൻ്റെ കുറച്ച് ഐഡിയയും ഞങ്ങളുടെ ഐഡിയയും കൂടെ ആയപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയി. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ഓപ്പൺ വർക്കാണ് വരുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ സ്റ്റോറേജ് കുറച്ച് വേണം, അങ്ങനെ അതിനോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് നല്ല സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പം ആ സ്റ്റോറേജ് സ്പേസ് നല്ലപോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വീട്ടിലുള്ള ബാക്കി വാങ്ങിക്കുന്ന സാധനങ്ങളായാലും കണ്ടോ ഇങ്ങനെ നമുക്ക് ഒതുങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു ഡ്രീം കിച്ചൺ ആയിരിക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസാണ് ആഗ്രഹിക്കണം. അപ്പം അത് അടുക്കി ഒതുക്കി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കണ്ടോ ഇത് ഇപ്പം ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്, അല്ലാതെ ഈ സ്റ്റോറിലുള്ള ഐറ്റംസ് എല്ലാം അപ്പുറത്തെ വശത്ത്. അങ്ങനെ ഈ ഒരു സൈഡിൽ വർക്കുമായി നമുക്ക് സ്റ്റോറേജ് സ്പേസുമായി അപ്പം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വർക്ക് ചെയ്തതും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മാക്സിമം ഗ്രീൻ ഹോം പോലെയാണ്. കാരണം എല്ലായിടത്തും ചെടികളും കാര്യങ്ങളൊക്കെ മാക്സിമം, അതായത് ഒരുപാട് വാരി വലിച്ച് വെക്കാതെ കാണാൻ ഭംഗിക്ക് മാക്സിമം ഗ്രീൻ വരുന്ന രീതിക്ക് ചെടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ കയറുന്ന സ്റ്റെയറിൻ്റെ അപ്പുറം കിച്ചൻ്റെ വർക്കും ഇപ്പുറം നമ്മുടെ TV വർക്കുമാണ്. അപ്പോൾ TV യൂണിറ്റിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലാങ്കായിട്ട് വരുന്ന ഒരു ഭാഗം കണ്ടോ, ബ്ലാങ്കായിട്ട് വരുന്ന ഒരു ഭാഗം നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കളയാതെ അതും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു എന്തിനാ വെറുതെ സ്പേസ് കളയുന്നത്, നിങ്ങൾക്ക് നാളെ സമയത്ത് ഇൻവേർട്ടറൊക്കെ വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഭയങ്കര ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട്
ആ ചേട്ടൻ്റെ ഐഡിയ അത് കുറേ കാര്യങ്ങൾ ഈ വണ്ടി വയ്ക്കുന്നതായാലും ഇങ്ങനത്തെ കുറച്ച് ഐഡിയ ആയാലും ആ ചേട്ടൻ്റെ തലയിൽ നിന്ന് വന്ന കാര്യമായിട്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചണിന് പുറത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും ചെറിയൊരു ബാത്റൂമാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്ലിപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. കിച്ചണിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ചെറിയൊരു വർക്ക് ഏരിയ, അതായത് ചെറിയ മീൻ കഴുകാനോ കുഞ്ഞിനെ കുളിപ്പിക്കാനോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ചെറിയൊരു സ്പേസിൽ ചെറിയൊരു ബാത്റൂമും ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ട്. നമ്മളിപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ, ഒരു ബാത്റൂം ഒക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാലോ? ആയോ? സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ചെറിയൊരു വർക്ക്, ബുദ്ധൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊരു ഫോക്കസ് ലൈറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്തത്. ഇത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ വർക്കൊക്കെ ചെയ്തത് കേട്ടോ. പെയിൻറ്റിങ് വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ വർക്ക്. എനിക്ക് ഏട്ടനും ബുദ്ധൻ്റെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എവിടെ ഇത് കൊണ്ടുവരണം എന്നൊരു ഡൗട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പോർഷന് ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. കാരണം എല്ലാ വർക്കും ചെയ്ത് വന്ന് ഈ സ്റ്റെയറൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു പോർഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ കയറി വരുന്ന സ്ഥലത്തൂടെ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് തോന്നി. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ തോന്നിയത്. നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും ഒക്കെ കണ്ടാലോ? സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയാലോ? ആയോ? ഇത് ഞങ്ങളുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇത് ഏട്ടൻ്റെ അമ്മയുടെ റൂമാണ്. ഇത് ചെറിയൊരു പാസേജാണ്. പാസേജ് വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ അമ്മയുടെ റൂമാണ് കേട്ടോ വരുന്നത്. അതുമല്ല എന്നാൽ ഒരു മീഡിയം ടൈപ്പ് ബെഡ്റൂമാണ് കേട്ടോ. ഡബിൾ ബെഡ് ആണ് ഇട്ടേക്കുന്നത്. ഡബിൾ ടൈപ്പ് ബെഡാണ്, ഫാമിലി ബെഡാണ് ഇട്ടേക്കുന്നത്. റൂമിലും നമ്മൾ ലോഫ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് സാരിയും കാര്യങ്ങളും വയ്ക്കാനും ഷെൽഫും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് അതേ താഴെ ചെയ്തിരിക്കുന്ന സെയിം അതേ കോമ്പിനേഷൻ തന്നെയാണ് റൂമിലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ തറയിലും ചെറിയൊരു ഗ്രീനിഷ് കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ടെയിലും ആയാലും ഒക്കെ ഇതുമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിക്കുള്ള ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അമ്മയുടെ റൂമിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ ഇവിടെ ഒരു പാസേജ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതിപ്പോൾ നമ്മുടെ സ്റ്റെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന GA പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു വുഡിൻ്റെ വർക്ക്, പൈൻ വുഡ് വെച്ചിട്ട് ഇതും ചെറിയൊരു ഇങ്ങനെ കോമ്പിനേഷൻ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ആശാരി വർക്കൊക്കെ ചെയ്യുന്ന ചേട്ടനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയണത്. അപ്പം പൈൻ വുഡ് യൂസ് ചെയ്തിട്ട് ടോപ്പ് ഇങ്ങനെ കൊടുത്തിട്ട്, പിന്നെ ഇതും GA പൈപ്പാണ്, പക്ഷെ മുകളിൽ ചെറിയൊരു വുഡ് വർക്ക് ചെയ്ത് എടുത്തതാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ സ്റ്റെയറിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ പാസേജാണ്. പാസേജിൽ നിന്നാണ് നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള ഒരു ഡോറ് വരുന്നത്. റൂം കണ്ടല്ലോ, നമ്മുടെ ഈ പാസേജിലേക്ക് ഞങ്ങളുടെ റൂമിൻ്റെ ഡോറിലോട്ടാണ് വരുന്നത്. അതേ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ റൂമാണ് ഫസ്റ്റ്. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടല്ലോ. വായോ, ഈ കിച്ചൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിനും ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ തൽക്കാലം ബെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാരണം കട്ടിലിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോൻ തറയിൽ വീഴുമെന്ന് പേടിച്ച് ഫുള്ളായിട്ട് നമ്മൾ ബെഡ്, അപ്പോൾ 5 പേർക്കായാലും കിടക്കുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ ബെഡാണ് യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ 3 മാസമായി ചാനൽ തുടങ്ങിയിട്ടെന്ന് മിക്കവാറും പേർക്ക് അറിയാം. ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചാർജ് ചെയ്ത് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം ഇന്നലെ വൈഫൈ കണക്ഷൻ വെച്ചാലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അവർ വന്ന് കേബിൾ നമ്മൾ കണക്ഷൻ ഇട്ടിട്ട് പോയെന്നേ ഉള്ളൂ. ഇതിന് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ബെഡ്റൂം. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് ഞങ്ങളുടെ റോഡിലേക്കുള്ള ബാൽക്കണി സൈറ്റാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ 2 പേരുടെയും ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ റൂം കേട്ടോ. വേറെ ഒന്നും കൊണ്ട് പറയണല്ല, ഒരു ബാൽക്കണിയും കുഞ്ഞ് നല്ല നല്ല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബെഡ്റൂം വേണമെന്ന് ഞങ്ങൾക്ക് 2 ആൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കാണണേ. റൂമിൻ്റെ റോഡ് വ്യൂ കാണാമല്ലോ, വരും.
ഞങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഈ ബാൽക്കണിക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പോഴ്ത്തിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ വീട് വച്ചപ്പോഴേ നമ്മൾ കുറേ അതായത് ഗ്രീൻ ഹോം ചെറിയൊരു ചെടികളും കാര്യങ്ങളും. അപ്പം തൽക്കാലം ഇവിടെ ബാൽക്കണിയിൽ കുറച്ച് കളക്ഷനേ ഉള്ളൂ, ഇനിയും സെറ്റാക്കി വരുന്നേ ഉള്ളൂ കുറച്ച്. കാരണം നമ്മൾ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് 9 മാസം കഴിയുന്നേ ഉള്ളൂ. അപ്പം ചെറിയ ചെറിയ ഈ ചെടിയൊക്കെ 9 മാസം കൊണ്ട് ഇത്രയും ഒരുപാട് വന്നതാ. പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഇതിൽ കിച്ചൻ്റെ ഡോറും വിൻഡോസും എല്ലാം ഒരേ കളർ തീമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് ഇനാമൽ പൊതുവെ എല്ലാവരും മഹാഗണി വുഡ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു വെറൈറ്റിക്കായിട്ട് ഒരു 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 വെറൈറ്റി വരാനായിട്ട് വേറൊരു കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിന് ഒരുപാട് ഹൈലൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം, അതിൽ ഒരു ഹൈലൈറ്റ് ഞാൻ വിട്ടുപോയി പറയാൻ. വേറൊന്നല്ല, ഞങ്ങളുടെ ഈ ഡോറുകളും ജനാലകളുമാണ്. വേറൊന്നും കണ്ടല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാവ് മുറിച്ചിട്ട് ഒറ്റ തടി ഉണ്ടായിരുന്ന പ്ലാവിന് ആണ് ഫുള്ള് വർക്ക് ചെയ്യാൻ ഉള്ള എല്ലാ ഡോറും കട്ടളയും ജനലിൻ്റെ ഡോറുകളും എല്ലാം കിട്ടിയത് കേട്ടോ. പിന്നെ അഡീഷണൽ എടുത്തു എന്ന് പറയുന്നത് ഈ ഒരു ആഞ്ഞിലിൻ്റെ ഈ ജനലിൻ്റെ കട്ടളകൾ മാത്രമാണ്. ബാക്കി നമ്മുടെ ഈ നിങ്ങൾ കയറി വരുമ്പം കണ്ടായിരുന്നല്ലോ ഡോറ്, അതും ഇതും ഒക്കെ നമ്മൾ ആ പ്ലാവിൻ്റെ തടിയിലാണ് കേട്ടോ എല്ലാം ചെയ്തെടുത്തത്. ഇത് നമ്മുടെ ബാത്റൂം പരിചയപ്പെടാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട് 1.5 സെൻറ്റിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. അപ്പം അതിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ ബാത്റൂം എങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളായിട്ട്. വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞൊരു ബാത്റൂമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുഞ്ഞൊരു ബാത്റൂമാണ്. ഭയങ്കര സ്പേസ് ഒന്നുമില്ല എങ്കിൽ കൂടിയും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാത്റൂമാണ്. റൂമിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിനെ പറ്റി പറയാം. വേറെ ഒന്നുമല്ല, ഈ താഴെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് 4 പേര് ഉള്ളതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ കണക്കിനുള്ള ഇതിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യണമല്ലോ, അപ്പം അതിന് പറ്റുന്ന രീതിക്കാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ റൂം അമ്മയുടെ റൂമിനേക്കാളും കുറച്ചുകൂടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങളായിട്ട് ആവശ്യപ്പെട്ട ഒരു ചെറിയൊരു മിററും, കാരണം റെഡി ആയതിനു ശേഷം ഫുള്ളായിട്ട് ഒന്ന് കാണാനായിട്ട് ഒരു മിററും ചെറിയൊരു ഡ്രസ്സിങ് ടേബിളുമാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് ഇനി പോകുന്നത് വെച്ചാൽ ടവർ റൂമിലോട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഹാൻഡ് റെയിലിനെ പറ്റി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡ് റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഹാൻഡ് റെയിൽ ഇപ്പം മിക്ക വീടുകളിലും കാണുന്നുണ്ടായിരിക്കും. ഞങ്ങളും നല്ലപോലെ ആഗ്രഹിച്ച് ചെയ്തൊരു ഹാൻഡ് റെയിൽ. ഇത് GA പൈപ്പാണെന്ന് ശരിക്കും വിശ്വസിക്കില്ല എന്നാണല്ലേ നമ്മളോട് എല്ലാവരും പറഞ്ഞത്. വേറൊന്നുമില്ല, ചേട്ടൻ്റെ സഹോദരൻ കംപ്ലീറ്റ് ചേട്ടൻ്റെ സ്വന്തം ബ്രോ തന്നെ ഞങ്ങൾക്ക് തടിയുടെ ഒരു മോഡലാക്കി തന്നതാണ് ആ പൈപ്പിന്. GA പൈപ്പാണെന്ന് പറയില്ലെന്ന് ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടവർ റൂമാണ് വരുന്നത്. ടവർ റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോണ്ടറി ഏരിയ, ഞങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ വച്ചേക്കുന്നതെല്ലാം ആ ടവർ റൂമിലാണ് കേട്ടോ. ചെറിയ പാസേജും ചെറിയൊരു ഹൈലൈറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പം ലോണ്ടറി ഏരിയ കണ്ടാലോ, പഴയ കിട്ടുന്നത് ഇവിടെ ലോണ്ടറി ഏരിയ. അപ്പോൾ നമ്മുടെ ഈ ടവർ റൂം എടുക്കുമ്പോൾ തന്നെ ലോണ്ടറിക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ടവർ റൂം ചെയ്തതായിട്ട്. കണ്ടതാണല്ലോ, താഴെ നമ്മൾ കിച്ചൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ. അപ്പോൾ അവിടെയൊന്നും മെഷീൻ വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മറ്റുള്ള തുണിയെല്ലാം വിരിക്കുന്നതെല്ലാം നമ്മുടെ ടെറസിലാണ്. അപ്പം ടെറസുമായിട്ട് ഇത് അത്ര ദൂരവും ഇല്ല. അപ്പം ഇവിടെ നമുക്ക് തുണി നനച്ചിട്ട് ടെറസിലോട്ട് വിരിക്കാനും കുറച്ച് നേരമായി. അതുകൊണ്ടാണ് വീട് വെച്ചപ്പോഴേ നമ്മൾ ടവർ റൂം എടുത്തപ്പോഴത്തേക്ക് ഇത് ലോണ്ടറി ആയിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ലോണ്ടറി ഏരിയ. ഇതിന്ന് വെളിയിലേക്ക് നമ്മുടെ ടെറസിലേക്കാണ് പോകണം കേട്ടോ. നിങ്ങൾക്ക് വ്യൂ കാണുമ്പോൾ മനസ്സിലാവും, ഞങ്ങളുടെ ടെറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിമനോഹരമായ ഒരു പ്ലേസാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ടെറസ്. വേറെ ഒന്നും കണ്ടല്ല, ഞങ്ങളുടെ ഇവിടെ ജഡ്ജിക്കുന്ന്, നമ്മുടെ ഭീമാവള്ളി ഒക്കെ അടുത്താണ് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വൈകിട്ട് സമയങ്ങളിലായാലും
അല്ലാതെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ ടെറസാണ് കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെട്ട ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. ഇതുവരെ എൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതുവരെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻസും എനിക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു, വീണ്ടും കാണാം.